നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ACO വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യുന്നത് ഇംപെക്സിൻ്റെ എയർ ഫ്രയറാണ്. ഇംപെക്സ് സ്മാർട്ട് ഫ്രൈ എന്ന് പേരിട്ട് DS45 എന്ന മോഡലുള്ള എയർ ഫ്രയർ. ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. ഉള്ളിലാണ് ഇതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം 4.5 ലിറ്ററാണ് ഇതിൻ്റെ ഉള്ളിലെ കപ്പാസിറ്റി വരുന്നത്. 1200 വാട്ട്സാണ് ഇതിനകത്തുള്ള എനർജി കൺസംഷൻ. 1200 വാട്ട്സ് വരും. 80% ഓയിൽ കണ്ടൻറ്റ് കുറച്ചുകൊണ്ട്, 80% ലെസ് ഓയിൽ കണ്ടൻറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ടച്ച് കൺട്രോളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ മോഡൽ നെയിമാണ് സ്മാർട്ട് ഫ്രൈ DS45. 230 വാട്ട്സ്. അതുപോലെ തന്നെ അതിൻ്റെ വാട്ട്സുകൾ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വോൾട്ടേജ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട്സ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു 1200 വാട്ട്സ് ആണെന്ന്. ടച്ച് കൺട്രോളാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ടച്ചിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് നമുക്ക് യൂണിറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേയിലെല്ലാം ഭംഗിയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഇതിൻ്റെ ഉൾവ്യാപ്തി ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ദൃശ്യമാണ്. മുകളിലൊരു ഫാൻ കാണാം, ഒരു റോട്ടേസറി ഫാനാണ്. അതിന് താഴെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു ഭാഗം കാണാം. അത് ചുറ്റു പഴുത്തുകൊണ്ടാണ് ചൂട് താഴത്തേക്ക് പ്രവഹിക്കുന്നത്. അത് പഴുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കമ്പികൾ, ആ ഗ്രില്ല് പോലെയുള്ള നെറ്റ് പോലെയുള്ള ആ കമ്പികൾ പഴുത്തുകൊണ്ട് ചൂട് താഴത്തേക്ക് ഇറങ്ങി വരുന്നു. മുകളിലെ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ആ ചൂടിനെ 4 ഭാഗത്തേക്കും പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന തത്വം. ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ വെക്കേണ്ട നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വെക്കേണ്ട സമൂസയോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെക്കേണ്ട ഒരു പ്ലേറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഇപ്പോൾ സുലഭമായിട്ട് ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇത് ഇംപെക്സിൻ്റെ മാത്രമാണ്. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഞാൻ PGയുടെ പരിചയപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ ഇംപെക്സിൻ്റെയാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഒരു ചെയ്യാവുന്ന കാര്യങ്ങൾ ഫ്രൈ ചെയ്യാൻ നമുക്ക്, അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാം ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ഓയിൽ ഇല്ലാണ്ട് തന്നെ, ലെസ് ഓയിൽ, അതിൽ ചെറുതായിട്ട് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യാൻ, ഗ്രില്ല് ചെയ്യാൻ, റോസ്റ്റ് ചെയ്യാൻ, സ്റ്റീം ചെയ്യാൻ, ബേക്ക് ചെയ്യാൻ, കേക്കൊക്കെ ഉണ്ടാക്കാൻ സ്റ്റീം ചെയ്യാൻ ഒക്കെ പറ്റും. 2 വർഷമാണ് കമ്പനി ഇതിന് വാറണ്ടി പറയുന്നത്. എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വാറണ്ടിയാണ്, റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല, ഗ്യാരണ്ടിയല്ല, നോട്ട് വാറണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിന് 2 നിറങ്ങളാണ് കമ്പനി അവകാശപ്പെടുന്നത്, വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും. 2 കളറാണ്. അതുപോലെ തന്നെ നമ്മൾ നിർദ്ദേശിച്ച ടെമ്പറേച്ചറിലും ടൈമിലും അല്ലെങ്കിൽ ടെമ്പറേച്ചറിലും ഓവറായിട്ട് ഇതിൽ ചൂട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് പ്രത്യേകതയാണ്. ഏകദേശം 3200 രൂപയാണ് അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത്. ചുരുങ്ങിയ റേറ്റിന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും, കൂടിയ ലെവലിലൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങുന്ന സ്ഥാപനത്തെ ആശ്രയിച്ചിരിക്കും. ഏകദേശം 3200 ഇതിന് വില വരുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോളാണ്. ഇത് ഓൺ ചെയ്യണമെങ്കിൽ 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. അതിൻ്റെ പവർ ബട്ടണിൻ്റെ ആ ഒരു സിമ്പിളിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം പെട്ടെന്ന് വിടുക. പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കില്ല, 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വിടുക. അപ്പോൾ ഇത് ഓണാവും. ഓഫ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം, എങ്കിലേ ഇത് ഓഫ് ആകുകയുള്ളൂ. ജസ്റ്റ് ടച്ച് ചെയ്താൽ ഇത് ഓൺ ചെയ്യുകയോ ഓഫ് ആകുകയോ ഇല്ല. ഒരു 3 സെക്കൻഡ് പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കണം. 3 സെക്കൻഡ് മതി, 30 മിനിറ്റ് വേണ്ട. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിലാണ് ഇത് ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്നത്. നമുക്കിത് വേണ്ട ടെമ്പറേച്ചറും അതേപോലെ തന്നെ ടൈമും സെറ്റ് ചെയ്ത ശേഷം ഈ പൗസ് പ്ലേ ബട്ടൺ കാണാം. ഈ പൗസ് പ്ലേ ബട്ടൺ നിൽക്കുമ്പോഴാണ് ഇത് ഫംഗ്ഷൻ നിൽക്കുകയും അതേപോലെ തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും, വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പൗസ് പ്ലേ ബട്ടൺ നമുക്ക് വേണ്ട ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ പൗസ് ഓർ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അത് പൗസ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മെനു ബുക്ക് കാണാം. ഈ മെനു ബുക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മെനു ബുക്കിൽ ഇഷ്ടമുള്ള ഓപ്ഷൻസുകൾ, ഇപ്പോൾ ഫ്രൈ ചെയ്യണമെങ്കിൽ, സൂപ്പ് ഉണ്ടാക്കാൻ, അങ്ങനെ ഏത് ഐറ്റംസാണ് നമ്മളത് വെക്കുന്നതിനനുസരിച്ചുള്ള ഫങ്ഷൻസിൽ മാറ്റാനുള്ള ഒരു ബുക്ക് തൊട്ടപ്പുറത്തെ ഒരു സിമ്പിൾ കാണാം. ആ ഒരു മെനു ബുക്കിലാണ് ഇത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ വേറൊരു വിഷയവുമായി കാണാം. ടേക്ക് കെയർ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.